സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോതി എഴുതിയ നോവൽ ചുറ്റുവിളക്ക് തുടരുന്നു. അധ്യായം 4. ഓട്ടുമണികളുടെ കിലുക്കത്തോടെ നട തുറന്നു. ഇടയ്ക്കൊപ്പം ശംഖുനാഥമുയർന്നു. പൊന്നും കിരീടവും തിരുവാഭരണങ്ങളും അണിഞ്ഞ തിരുവൂരപ്പൻ്റെ സുവർണ വിഗ്രഹം ദീപപ്രഭയിൽ തിളങ്ങി. ശ്രീകോവിലിന് മുന്നിൽ 5 പെൺകിടാങ്ങളും ഒരമ്മയും. ദേവ, വിഷ്ണു, ഉണ്ണി, ലക്ഷ്മി, തുളസി. 5 പേർക്ക് ഒരേ നിറമുള്ള വേഷം. മൂത്തവർ 4 പേർക്ക് സാരിയാണ്. ഏറ്റവും ഇളയവൾക്ക് അതേ സാരി തുണിയിൽ തുന്നിയ പാവാടയും നീളം ജാക്കറ്റും. 5 പേർക്ക് ഒരേപോലെ അപ്പേട്ടം വാങ്ങിക്കൊടുത്തത്. തുളസിക്കിഷ്ടം വെള്ള വസ്ത്രങ്ങളോടായിരുന്നു. കോൺവെൻറ്റിലെ കന്യാസ്ത്രീകളുടെ വേഷം അവളെ അത്ര ആകർഷിച്ചിരുന്നു, വെൺപ്രാക്കളെ പോലെ. പക്ഷെ അപ്പേട്ടം വാങ്ങി തരുമ്പോൾ അപ്പേട്ടൻ കുടുംബത്തിൻ്റെ രക്ഷകനാണ്. മക്കൾക്ക് പിന്നിൽ ധ്യാനലീനയായി അനാർഭാടയായി അമ്മ നങ്ങേമ അന്തർജനം. എൻ്റെ തിരുപ്പൂരപ്പ. അവരുടെ കണ്ണുകൾ നിറഞ്ഞിറങ്ങി. കൈക്കുമ്പിളിൽ എണ്ണമില്ലാത്ത കുറേ നാണയത്തുട്ടുകൾ തിരുപ്പൂരപ്പൻ്റെ ഭണ്ഡാരപാത്രത്തിൽ അത് നിക്ഷേപിച്ചു. ഭഗവാനെ, 20 വർഷം അങ്ങേ സേവിച്ച സാധു മനുഷ്യനെ അങ്ങ് നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. 20 വർഷങ്ങളുടെ അന്ത്യത്തിൽ അദ്ദേഹം ആ പരീക്ഷണത്തിൽ തോറ്റു. അന്ന് അദ്ദേഹം അത് ചെയ്യാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏറെ വിലപ്പെട്ട എന്തോ ഒന്ന് അങ്ങ് വിജയിക്കായി സൂക്ഷിച്ചു വെച്ചിരുന്നിരിക്കാം. ഞങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടായില്ല. എന്നാൽ ഇന്ന് അങ്ങ് ഞങ്ങൾക്കൊരു കൈത്തിരി സമ്മാനിച്ചിരിക്കുന്നു, ഒരു പിടിവള്ളി എറിഞ്ഞു തന്നിരിക്കുന്നു. ഇതെങ്കിലും തിരിച്ചെടുക്കരുതേ. ദുർബലയായ ഈ സ്ത്രീയെയും 5 പെൺകുട്ടികളെയും ഇനിയും പരീക്ഷണങ്ങളുടെ നടുവിലേക്ക് എറിയരുതേ. ജീവിതം ഒരു നിരന്തര പരീക്ഷണമാണ് നങ്ങേമേ. അതിൽ കരുത്തോടെ വിജയിച്ചു നിൽക്കണം. സമ്മാനം അന്ത്യത്തിലാണ്. അത് ഭൗതികമോ ലൗകികമോ അല്ല, ആത്മീയവും അമൂല്യവും അനശ്വരവുമാണ്. നങ്ങേമ ഞെട്ടലോടെ ചുറ്റും നോക്കി. എവിടെ നിന്നാണോ മറുപടി വന്നത്? സ്വന്തം ഹൃദയത്തിൽ നിന്നോ? ആത്മാവിൻ്റെ ശ്രീകോവിലിൽ നിന്നോ? അപ്പോൾ ഈറൻ കസവുമുണ്ട് തറ്റുടുത്ത് തീർത്ഥക്കിണ്ടിയുമായി ഋഷികേശ നടയിറങ്ങി വന്നു. പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവം. ഒരു പുരുഷശില്പം പോലെ അയാൾ നടക്കിൽ നിന്നു. തീർത്ഥം വാങ്ങുവാൻ കൈക്കുമ്പിൾ നീട്ടുമ്പോൾ ഉണ്ണിമായിയുടെ കൈക്കുമ്പിൾ മാത്രം വല്ലാതെ വിറച്ചു. അവളുടെ കവിളുകളിൽ കുങ്കുമം കുമിയുന്നു. ചന്ദനത്തിൻ്റെയും പനിനീരിൻ്റെയും സുഗന്ധം അവളെ ചേതോകരമായ ഒരൗഭൗമ തലത്തിലെത്തിച്ചതുപോലെ. മുഖം പ്രഫുല്ലം. ഋഷിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഒളിച്ചു കളിച്ചു. വിഷ്ണുവിൻ്റെ നെഞ്ചിൽ മാത്രമാണ് കനൽ പുകഞ്ഞത്. എല്ലാം ദേവേട്ടത്തിയോട് പറയണമെന്ന് അവൾ തീരുമാനിച്ചു. മഹാലക്ഷ്മിയുടെ വേളിക്കെത്തിയതാണവർ. ഇല്ലത്തൊരുക്കങ്ങൾ പൊടി പൊടിക്കുന്നു. എല്ലാ ചുമതലയും അപ്പക്കുട്ടനാണ്. നങ്ങേമ അന്തർജന സംതൃപ്തിയുടെ പുഞ്ചിരിയുമായി അകവാതിൽക്കൽ നോക്കി നിന്നു. ഈ ഇല്ലത്തിനത് ഒരു നാഥനുണ്ടായിരിക്കുന്നു, ഒരാണിൻ്റെ തുണ, സകലരും ആദരിക്കുന്ന ഒരുവൻ്റെ തണൽ. അകായിൽ വിഷ്ണുവും ദേവിയും സ്വകാര്യം പറയാനെത്തിയപ്പോൾ അന്തർജനം ഒഴിഞ്ഞുകൊടുത്തു. കുട്ടികൾക്ക് പലതും പറയാനുണ്ടാവുമല്ലോ. ചേപ്പാടില്ലത്ത് ചെന്നാൽ അതിനൊന്നും സൗകര്യം ലഭിക്കില്ലെന്നവർക്കറിയാം. വിഷ്ണുവും ദേവിയും ആട്ടുകെട്ടിൽ അഭിമുഖമായിരുന്നു. എനിക്ക് നന്നേ പേടിയുണ്ടേട്ടത്തി. ഉണ്ണിമോൾ ഋഷിയെ സ്നേഹിക്കുന്നോ എന്ന്. അയാളെ ഈ പടിപ്പുരമാളികൾ താമസിപ്പിക്കേണ്ടിയിരുന്നില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇനി എന്ത് കാരണം ചൊല്ലി പറഞ്ഞുവിടും? കാരണം ഒന്നുമില്ലാതെ പറഞ്ഞു വിട്ടാൽ അതു മതി ഇനി ആളുകൾക്ക് ഓരോന്നും ഊഹിച്ചുണ്ടാക്കാൻ. ഉണ്ണി സ്നേഹിക്കുന്നുവെങ്കിൽ അതിലെന്താ ഒരു തെറ്റ്? ദേവ ചോദിച്ചു. കണ്ണുകളില്ലെന്ന് വെച്ച് അവൾക്ക് ഹൃദയമുണ്ടായിക്കൂടെ? പോരെങ്കിൽ ഋഷി സ്വജാതിയുമാണ്. പിന്നെന്താ? കണ്ണില്ലാത്ത ഈ കുട്ടിയെ വേൾക്കാൻ അയാൾ തയ്യാറായാൽ അതൊരു വലിയ കാര്യമല്ലേ? ആൾക്കൊരു ജീവിതവും ഉണ്ടാകും. പക്ഷെ കണ്ണില്ലാത്ത കുട്ടിയെ വേൾക്കാൻ അയാൾ തയ്യാറാവുമോ? വലിയ കാമകോമളനാണ്. പെണ്ണിനെ കിട്ടാൻ അയാൾക്കൊരു പഞ്ഞവും ഉണ്ടാവില്ല. പെണ്ണിനെ കിട്ടാൻ പഞ്ഞമില്ലാഞ്ഞിട്ടും അയാൾ നമ്മുടെ അനുജത്തിയെ സ്നേഹിച്ചില്ലേ? ആ സ്ഥിതിക്ക് അയാൾക്ക് സ്നേഹമുണ്ടെന്നതിന് തെളിവൊന്നുമില്ലല്ലോ. പിന്നെ കണ്ണില്ലെങ്കിലും ഉണ്ണിമോൾ സുന്ദരിയല്ലേ? അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? ഒരു കമ്പം കാണുമായിരിക്കും. എന്തോ എനിക്ക് അയാളെ വിശ്വാസം തോന്നുന്നില്ല. ഏതായാലും എല്ലാം ശരിക്കും മനസ്സിലാക്കിയ ശേഷം മതി എതിർക്കാനും അനുവദിക്കാനും. അയാൾ അവളെ വേൾക്കാൻ തയ്യാറാണെങ്കിൽ ഒന്നും നോക്കണ്ട. അത് അവളുടെ ഭാഗ്യമായി കരുതിയാൽ മതി. ദേവിയുടെ അവസാന വാക്കായിരുന്നു അത്. വിഷ്ണു ഒന്നും മിണ്ടിയില്ല. വെറും സഹതാപത്തിൻ്റെയോ കമ്പത്തിൻ്റെയോ പ്രേരണയാലാണ് അയാൾ ഉണ്ണിയോടടുക്കുന്നതെങ്കിൽ ആ വികാരങ്ങൾക്ക് ആയുസ് നന്നേ കുറവാണെന്ന് അവൾക്കറിയാം. ആ സ്ഥിതിക്ക് അത് ഉണ്ണിമായിയുടെ ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ ആവുകയെന്ന് തീരുമാനിക്കാൻ വിഷ്ണുവിനും കഴിയാതായി. അവളുടെ നെഞ്ചിലെ കനൽ ഒന്നുകൂടി ആളി. നേരം പുലർന്നാൽ അന്തിയാവും വരെ തൊഴിൽ ചെയ്തും തൊഴിൽ തെണ്ടിയും അലയണം. മഹാലക്ഷ്മിയുടെ വേളി കഴിഞ്ഞാൽ അമ്മയും ഉണ്ണിയും മാത്രമേ ഇല്ലത്ത് കാണൂ. തുളസി ഇനി മുതൽ സ്ഥിര ഹോസ്റ്റലിലുമായിരിക്കും. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് കടന്നു വന്ന് ഋഷി ഈ സാധു പെൺകുട്ടിയെ അരുതിലേക്ക് നയിച്ചാൽ ഉണ്ണി അയാളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ടെന്നത് തീർച്ചയാണ്.
അവൾ ഒരിക്കലും അയാൾ എതിർക്കില്ല. കണ്ണില്ലാത്ത കുട്ടിയെ അയാൾ അപകടത്തിലാക്കി സ്ഥലം വിട്ടാൽ ഇല്ല ഇല്ല, ഋഷി അത്രയൊരു ദുഷ്ടനാണെന്ന് തോന്നുന്നില്ല. തെറ്റായി ഒന്നും ഇതുവരെ അയാളിൽ നിന്നുണ്ടായിട്ടില്ല. ഉണ്ണിയുടെ മൂക ആരാധനയ്ക്ക് അയാളെ പഴിക്കേണ്ട കാര്യമെന്ത്? എങ്കിലും അയാൾ അവളെ കയ്യേറ്റിയിരുന്നെങ്കിൽ കുട്ടി എത്ര സന്തോഷമായിരിക്കും. അവളുടെ സ്വപ്നം പൂവണിയാനായി സ്വന്തം ജന്മം കൂടി ഹോമിക്കാൻ വിഷ്ണുവിന് മനസ്സുണ്ടായിരുന്നു. ഇല്ലം പണയപ്പെടുത്താതെ മഹാലക്ഷ്മിയുടെ വേളി നടത്തിയാണ്. എല്ലാ ചുമതലകളും അപ്പക്കുട്ടൻ ഏറ്റെടുത്തു. 10 പവന്റെ പൊന്ന്, ഉത്സവമായി വേളി. ഏട്ടത്തിമാരാണ് മഹാലക്ഷ്മിയെ പഴയ മാമൂൽ പ്രകാരം പുടവകൾ പുതപ്പിച്ച് മന്ത്രകോടി അണിയിച്ചത്. 16കാരിയായ വധു പുറത്തേക്ക് കാൽ വയ്ക്കും മുമ്പേ അവൾ കന്യകമാരായ ഏട്ടത്തിമാരെ കെട്ടിപ്പിടിച്ച് ഉറക്കെ തേങ്ങി. വിഷ്ണുവും ഉണ്ണിയും അവളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പക്കുട്ടന് ദക്ഷിണ നൽകിയാണ് മഹാലക്ഷ്മി പന്തലിലേക്ക് ഇറങ്ങിയത്. ദക്ഷിണയ്ക്ക് ശേഷം പുണ്യാഹം, അഗ്നിസാക്ഷിയായി വേളി. പിതൃസ്ഥാനത്ത് പെൺകൊട നടത്തിയതും അപ്പക്കുട്ടനായിരുന്നു. അപ്പക്കുട്ടൻ്റെ കാൽ തൊട്ട് വന്നിച്ചാണ് ലക്ഷ്മി യാത്ര പറഞ്ഞ ഭർത്താവിനൊപ്പം വണ്ടിയിൽ കയറിയത്. അവളുടെ മാലയോഗത്തെ ആളുകൾ വാഴ്ത്തി. അപ്പക്കുട്ടൻ്റെ സന്മനസ്സിനെയും. 3-ാം നാൾ അമ്മയോടും അനുജത്തിമാരോടും യാത്ര പറഞ്ഞ ദേവയും ഇറങ്ങി. വാസുദേവൻ്റെ കയ്യും പിടിച്ച് ഒതുക്കിയിറങ്ങുമ്പോൾ കണ്ണീരണിഞ്ഞു നിന്ന അമ്മയെ തിരിഞ്ഞു നോക്കി അവൾ പറഞ്ഞു, ഇനി വിഷ്ണുമോളുടെ വേളിക്ക്. പെട്ടെന്ന് വിഷ്ണു അത് തിരുത്തി. ഉണ്ണിമായയുടെയും തുളസിയുടെയും കഴിഞ്ഞിട്ടേ എൻ്റെ വേളി ഉണ്ടാവൂ. എങ്കിൽ ഉണ്ണിമോളുടെ വേളിക്ക് വരാം. അതുണ്ടാവുമോ? അന്തർജനം ഒന്ന് തേങ്ങി. ഉണ്ടാവും. ദേവ പുഞ്ചിരിയോടെ വിഷ്ണുവിനെ നോക്കി. വിഷ്ണുവിന് പുഞ്ചിരിക്കാൻ ഭയമായിരുന്നു. പടിക്കൽ കാറിൽ അപ്പക്കുട്ടൻ കാത്തിരുന്നു. അപ്പക്കുട്ടനും ദേവിയും വാസുവും ചേപ്പാടില്ലത്തിൻ്റെ പടിപ്പുരക്കിലെത്തുമ്പോൾ കണ്ടു ഉമ്മർത്ത് ചെറിയൊരാൾക്കൂട്ടം. അപ്പക്കുട്ടനും ദേവിക്ക് ഒപ്പം പരിഭ്രമം. ദേവ ഓടിയാണ് ഉമ്മർത്തെത്തിയത്. അതോടെ അവൾക്ക് ആശ്വാസമായി. അമ്മയുടെ ചുറ്റുമിരിക്കുന്നവർ അപ്പേട്ടൻ്റെ ഓപ്പോളുമാരും ഭർത്താക്കന്മാരുമാണ്. വാസുദേവൻ്റെ കയ്യും പിടിച്ച് അപ്പക്കുട്ടനും എത്തി. അപ്പോഴേക്ക് മൂത്ത ഓപ്പോൾ വാതിൽക്കലെത്തി. എന്തേ, ഇപ്പോഴാണോ വേളി കഴിഞ്ഞത്? അവർ ചോദിച്ചു. അതെ, അപ്പക്കുട്ടൻ പുഞ്ചിരിച്ചു. അമ്മയെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഭാര്യ വീട്ടിൽ പോയി സൂഹിക്കുകയായിരുന്നു ഇല്ലേ? രണ്ടാമത്തെ ഏട്ടത്തിയും എഴുന്നേറ്റു. ഒരുങ്ങി വന്നിരിക്കുകയാണെന്ന് അപ്പൂട്ടന് മനസ്സിലായി. ഒരുപക്ഷെ അമ്മ ആളയച്ച് വരുത്തിയതാവാം. വേളിക്ക് സ്വന്തം ബന്ധുക്കളെ എല്ലാവരെയും ക്ഷണിച്ചതാണ്. ആരും വന്നില്ല. ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ് തന്നോട് പൊരുതാൻ. അമ്മയെ ഞാൻ വിളിച്ചതാണ്. ദേവ കാല് പിടിച്ചത് കൂടിയാണ്. അപ്പക്കുട്ടൻ വിശദീകരിച്ചു. വരില്ല എന്ന അമ്മ ആണയിട്ട് പറഞ്ഞു. എന്നിട്ടും അമ്മയെ ഒറ്റയ്ക്കാക്കിയല്ല പോയത്. 4-5 പരിചാരകരുണ്ട് ഇവിടെ. എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കാൻ ഏർപ്പാടും ചെയ്തിരുന്നു. പറഞ്ഞിവിടെത്താൻ എനിക്കൊരു വാഹനവുമുണ്ട്. ഒരു വാഹനം ശ്രീപുഴയത്തില്ലത്തേക്കും കൂടി വാങ്ങിക്കൊടുക്കപ്പൂട്ട. ആ പരിഹാസം ഏറ്റവും ഇളയ ഓപ്പോളുടെ വകയായിരുന്നു. ഏതായാലും ഇല്ലം വിറ്റ ഭാര്യയുടെ അനുജത്തിയുടെ വേളി നടത്തി കൊടുത്തില്ലേ? ഇല്ലം വിറ്റെന്നോ? ഓപ്പോൾക്കതാ കിറുക്കുണ്ടോ? അപ്പൂട്ടൻ ചോദിച്ചു. കിറുക്ക് നിനക്കാ. മൂത്ത ഓപ്പോൾ അനുജത്തിയെ പിന്താങ്ങുന്നു. അടുത്ത അനുജത്തിയുടെ വേളിയാവുമ്പോഴേക്ക് ഇല്ലം വിൽക്കേണ്ടതായി തന്നെ വരും. അതേതായാലും ഞങ്ങൾ അനുവദിക്കില്ല. ഒരു കുട്ടിയുണ്ട് ഇവിടെ. പിന്നെ അമ്മയും ഉണ്ടല്ലോ. അമ്മയും വാസുദേവനെ ഞങ്ങൾ കൂടെ കൊണ്ടുപോവുകയാണ്. വാസുദേവൻ വരില്ല, അപ്പുക്കുട്ടൻ തീർത്തു പറഞ്ഞു. പിന്നെ എൻ്റെ അനുവാദമില്ലാതെ അമ്മയും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇനി ഒരു നാഴിക ഈ ഇല്ലത്ത് നിൽക്കില്ല. അമ്മ ശഠിച്ചു. യാത്രയ്ക്കുള്ള വേഷത്തിൽ തയ്യാറായി തന്നെയാണ് ഇരിപ്പ്. ഏതോ ചെറുമക്കിടാത്തൻ കട്ടുകൊണ്ട് പോയിട്ട് ഉപേക്ഷിച്ചവളെയല്ലേ നീ വേട്ടത്? അവളുടെ കൂടെ അമ്മയിനെ താമസിക്കില്ല, തീർച്ച. നടുവത്തെ ഓപ്പോൾ അവൻ ഇപ്പോഴും ഇവിടെ വരവും പോക്കും ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? ശിവ വിശ്വസിച്ച് എങ്ങനെയാ ഇവിടുത്തെ പച്ചവെള്ളം കുടിക്കുക? ഇല്ല, നശിച്ചു. മൂത്ത ഓപ്പോൾ തന്ത കള്ളനാണത്രേ. പിന്നെങ്ങനാ? അത് മൂത്ത ഓപ്പോളുടെ ഭർത്താവാണ്. ഭഗവാന്റെ പൊന്നു മോഷ്ടിച്ചിട്ട് വരും വഴി പാമ്പുകടി ഏറ്റു മരിച്ചു. ഇതൊക്കെ ഇപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയണത്. ഏട്ടേ ഇറങ്ങുപടി. ദേവയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മൂത്ത ഏട്ടത്തി മുറ്റത്തേക്കിറങ്ങി. പെട്ടെന്ന് അപ്പുക്കുട്ടൻ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവർ കുതറാൻ ശ്രമിച്ചു. അപ്പുക്കുട്ടൻ പിടിവിട്ടില്ല. പെട്ടെന്നാണ് ഓപ്പോളുടെ ഭർത്താവ് പാഞ്ഞു വന്ന് അപ്പുക്കുട്ടൻ്റെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചത്. അപ്രതീക്ഷിതവും ശക്തവുമായിരുന്നു അത്. അപ്പുക്കുട്ടൻ തളർന്ന് മുറ്റത്ത് വീണു. കവിളിലല്ല കൈകൊത്തിയത്, നെഞ്ചിലായിരുന്നു. ദേവ ഓടിച്ചെന്ന് ഭർത്താവിനെ താങ്ങി. വാസുദേവൻ ഉറക്കെ കരയാൻ ആരംഭിച്ചു. ആത്തൊലമ നെഞ്ചിൽ തല്ലി. എൻ്റെ ഇല്ലം കുട്ടിച്ചോറാക്കിയില്ലോ ഭഗവാനെ. ഈ മൂത്താ ഭഗവതി ഒരുത്തി കാരണം ഇല്ലം കുളം തോണ്ടിയില്ലോ. ശ്രീപുഴയത്തില്ലത്തിനും തീ വെച്ചിട്ടാണ് ഇവിടേക്ക് കെട്ടിയെടുത്തത്. ഇപ്പോൾ ഇവിടെയും വെണ്ണീറാക്കി. ദേവ പലവട്ടം പിടിച്ചു കുലുക്കിയിട്ടും അപ്പേട്ടൻ ഉണരാതായപ്പോൾ അവളും നെഞ്ചിൽ തല്ലി വിലപിക്കാൻ തുടങ്ങി. നൊടിയിൽ ഇല്ലം അയൽക്കാരെ കൊണ്ട് നിറഞ്ഞു. ആളുകൾ അപ്പൂട്ടനെ കാറിലെടുത്തിട്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഒപ്പം പുറപ്പെടാൻ ദേവ വാശി പിടിച്ചെങ്കിലും ചേച്ചിമാർ അവളെ തടഞ്ഞു വെച്ചു.
കുഞ്ഞാത്തോലിൻ്റെ കണ്ണീര് കണ്ടാൽ തിരുമേനിയുടെ ദണ്ണം കൂടും. അവർ ഉപദേശിച്ചു. ജാതകത്തിൽ വൈദവ്യയോഗമുള്ളവൾ. അപ്പോഴും ആത്തോലമ്മയുടെ ജപം അതായിരുന്നു. അപ്പൂട്ടനെ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവരുന്നതുവരെ കാക്കാൻ ഏട്ടത്തിമാർക്കോ ഭർത്താക്കന്മാർക്കോ ക്ഷമയുണ്ടായില്ല. അവർ അമ്മയെയും കൂട്ടി അന്നു തന്നെ മൂത്തയാളുടെ ഇല്ലത്തേക്ക് പുറപ്പെട്ടു. ഇല്ലത്തെ അകായിൽ പരിചാരകമാർക്ക് മധ്യ ദേവ കരഞ്ഞ് തളർന്നു കിടന്നു. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാസുദേവൻ അരികിലിരുന്നു. അപ്പുക്കുട്ടൻ്റെ വിളർത്ത മുഖം ഓർമ്മ വരുമ്പോൾ ദേവിയുടെ തേങ്ങൽ ശക്തി പ്രാപിക്കും. വേളിത്തിരക്ക് കഴിഞ്ഞ് അദ്ദേഹത്തിനൊന്ന് വിശ്രമിക്കാൻ പോലും കഴിഞ്ഞില്ല. ദുർബലമാണ് ഹൃദയമെന്ന് ഒരു നിമിഷമെങ്കിലും ഓർക്കാൻ ആ അമ്മയ്ക്കോ കൂടപ്പിറപ്പുകൾക്കോ കഴിഞ്ഞില്ല. പാവ അപ്പേട്ടൻ, ഒന്നും വരുത്തല്ലേ, അവൾ ഹൃദയം നൊന്തു പ്രാർത്ഥിച്ചു. വാസുദേവനെ അവൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇണഞ്ഞാൽ ഈ പറക്കമുറ്റാത്ത കുഞ്ഞ് അനാഥനാവും. തനിക്ക് ഇല്ലത്തെ അമ്മയും സഹോദരങ്ങളുമുണ്ട്. എന്നാൽ ഈ പിഞ്ചു കുഞ്ഞിനോ? അവൻ അച്ഛനും കൂടി നഷ്ടമായാൽ? ഇല്ല, അവൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. ദേവ സമാധാനിക്കാൻ ശ്രമിച്ചു. ഒടുക്കം സന്ധി കഴിഞ്ഞപ്പോൾ ഇല്ലത്തെ പടിപ്പുരയിൽ കാർ വന്നു നിന്നു. ചിന്നമ്മുവിൻ്റെയും കാളിയമ്മയുടെയും കരച്ചിൽ കേട്ടാണ് ദേവ ഓടി ഉമ്മറത്തെത്തിയത്. ആരൊക്കെയോ അവളെ ബലമായി പിടിച്ചിരുന്നു. എന്നിട്ട് അവൾ ചാടി മുറ്റത്തെത്തി. അവൾ കണ്ടു, കുറേ പേർ ചേർന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ടു വരുന്നു. 2-3 വർഷം മുമ്പ് മറ്റൊരു സന്ധിക്ക് കണ്ടതിൻ്റെ ആവർത്തനമാണതെന്ന് ദേവയ്ക്ക് തോന്നി. അന്ന് ആളുകളുടെ കയ്യിൽ കിടന്നിരുന്ന ശരീരം തൻ്റെ അച്ഛൻ്റേതായിരുന്നു. താലി കഴുത്തിലണിഞ്ഞ നിമിഷം തൊട്ട് ഈ ദിവസത്തെ ഭയന്ന് കഴിയുകയായിരുന്നു. അവസാനം ആ കറുത്ത ദിവസം വന്നു. അവൾക്ക് കരയാൻ കഴിഞ്ഞില്ല, ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം നൊടിയിൽ കഴിഞ്ഞു. വിധവയാകാൻ വേണ്ടി സുമംഗലിയായവൾ ഇനി കരയുന്നത് പോലും മൗഢ്യമാണെന്ന് അവൾക്ക് തോന്നി. നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞു, കഴുത്തിലെ താലിയും വെള്ള ധരിച്ചു, പൂവെടിഞ്ഞു. ഈ വേഷത്തെ എന്നും ഭയന്നതാണ്, അതിപ്പോൾ സ്വന്തമായി. എന്നിട്ടും മനസ്സെത്ര ശാന്തമാണ്. സകല ശ്രദ്ധയും ദേവ വാസുദേവൻ എന്ന കുട്ടിയിലേക്ക് ഒതുക്കി. ഇനിയുള്ള ജീവിതം അവന് വേണ്ടിയാണ്. മരിക്കും നേരം അദ്ദേഹത്തിന് തന്നെ ആ ചുമതല ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും മന്ത്രകോടി അണിയുമ്പോൾ തന്നെ ആ ചുമതല സ്വയം ഏറ്റെടുത്തിരുന്നു. വാസുദേവന് വേണ്ടിയാണ് തന്നെ വേളി ചെയ്തതെന്ന് കാണാൻ വന്ന ദിവസം തന്നെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അന്ത്യമായി ഒരു വാക്കും പറഞ്ഞില്ല, യാത്ര പോലും പറഞ്ഞില്ല. ജീവൻ വെടിയുന്നതിന് തൊട്ടു മുമ്പ് ആ മുഖമൊന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. മരിക്കുകയായിരുന്നില്ലല്ലോ, കൊല്ലുകയായിരുന്നില്ലേ? അവസാനത്തെ അറ്റാക്കും ഭയന്നു കഴിഞ്ഞ മനുഷ്യനെയാണ് അവർ ക്രൂരമായി മർദ്ദിച്ചത്. സ്വന്തം ബന്ധുക്കളാണത് ചെയ്തത്. അദ്ദേഹത്തിന് എന്ത് പിണഞ്ഞിരിക്കാമെന്ന ശങ്ക പോലും കൂടാതെ അവർ സ്ഥലം വിട്ടു, അമ്മയടക്കം. മടങ്ങി വന്നത് മരണമറിഞ്ഞാണ്. സഞ്ചയനനാൾ മുതൽ വീണ്ടും മുറുമുറുപ്പ് തുടങ്ങി. പുല കഴിഞ്ഞപ്പോഴേ മൂത്ത സഹോദരി ആവശ്യപ്പെട്ടു. ഇല്ലം വാസുദേവൻ്റെ പേരിലാണ്, അതുകൊണ്ട് കഴിയും വേഗം ഒന്നൊഴിഞ്ഞു തന്നാൽ വേണ്ടില്ല. അപ്പോൾ ദേവ ചോദിച്ചു, ആരാണ് ഒഴിഞ്ഞു തരേണ്ടത്, ഞാനോ അതോ വാസുദേവനോ? വാസുദേവന് വേണ്ടി നീ ഒഴിയണം. ശരി, ഞാൻ ഒഴിയാം. ദേവ സമ്മതിച്ചു. എന്നെ പിരിഞ്ഞ് ജീവിക്കാൻ വാസുദേവന് കഴിയുമെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അതൊരു തലവേദനയായി. യോഗക്ഷേമ സഭക്കാർ വന്നു. കുട്ടിയുടെ ഇഷ്ടം തിരക്കി. തിരിച്ചും മറിച്ചും അവനെ ചോദ്യം ചെയ്തു. ഞാൻ അമ്മയെ വിട്ടു നിൽക്കില്ല. ഉറച്ച മറുപടി പറയാൻ വാസുവിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. ആ ഒരേ മറുപടി തന്നെ അവൻ ഇവിടെയും ആവർത്തിച്ചു. അവസാനം കുട്ടിയുടെ സംരക്ഷകയായി ദേവയെയും ഇല്ലത്ത് താമസിക്കാൻ അനുവദിച്ചേ തീരൂ എന്നായി. അവളോടൊപ്പം ഞാൻ കഴിയില്ല. അമ്മ പക്ഷേ പഴയ വാശിയിൽ തന്നെ തൂങ്ങി നിന്നു. അങ്ങനെ അവർ വീണ്ടും പെൺമക്കളോടൊപ്പം ഇല്ലത്തിൻ്റെ പടിപ്പുര ഇറങ്ങി. അമ്മ പോയതിൽ ദേവയ്ക്ക് ആത്മാർത്ഥമായ ഖേദമുണ്ടായിരുന്നു. ഇത് അവരുടെ ഇല്ലമാണ്. തന്നെപ്പോലെ തന്നെ ഒരിക്കൽ അവരേക്ക് ഇവിടെ കുടിവെച്ചതാണ്. അപ്പേട്ടന് അവർ ജന്മം നൽകിയത് ഈ കെട്ടിൽ വെച്ചാണ്. അവർ ഇവിടെ കിടന്ന് മരിക്കേണ്ടവരാണ്. പക്ഷേ തനിക്കെന്താവും? തന്നെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റണമെന്ന വാശിയാണ് അമ്മയ്ക്ക്. പെൺമക്കളുടെ വെളിച്ചപ്പാടായി മാറിയിരിക്കുന്നു അമ്മ. സത്യത്തിൽ വാസുദേവനെയും കൊണ്ട് ഇല്ലത്തു നിന്ന് ഇറങ്ങി മാറിക്കൊടുക്കുന്നതിനെപ്പറ്റി പലവട്ടം ചിന്തിച്ചതാണ്. പക്ഷേ അതുമൂലം താൻ നഷ്ടപ്പെടുത്തുന്നത് വാസുദേവൻ്റെ അവകാശം കൂടിയാണ്. തനിക്കൊന്നും വേണ്ടെന്ന് വയ്ക്കാം, വേണ്ടതാനും. എന്നാൽ അവൻ്റെ അച്ഛൻ അവന് നൽകിയത് സംരക്ഷിക്കാൻ സഹായിക്കേണ്ട ചുമതല തനിക്കുണ്ട്. ഈ എല്ലാം വിട്ടിറങ്ങിയാൽ വാസുദേവന് അവകാശമായി താമസിക്കാൻ മറ്റൊരു സ്ഥലമില്ല. ശ്രീപുകഴത്തിലും 5 ഭാവിക്കേണ്ടി വരും. അതിലൊരു ഭാഗത്തിന് തനിക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിൻ്റെ ബലമേ വാസുദേവന് അവിടെ ലഭിക്കൂ. അത്തരമൊരു സൗജന്യം അവന് വേണ്ട, അതിൻ്റെ ആവശ്യവുമില്ല. അവൻ്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ള അവകാശം തനിക്കുണ്ട്. താനവൻ്റെ അമ്മയാണ്. ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും താനും അവനും ദൈവവും അംഗീകരിച്ചിരിക്കുന്നു. അവന് താൻ മാത്രമേയുള്ളൂ. അവൻ്റെ അച്ഛനെ യമപുരിക്ക് അയച്ചവരുടെ കൈകളിൽ എങ്ങനെ അവനെയും വിശ്വസിച്ചേൽപ്പിക്കും? വേണ്ട, അവനെ ഞാൻ വളർത്തും, ദേവ തീരുമാനിച്ചു. വാസുദേവനെ പട്ടണത്തിലുള്ള ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. അവന് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. നല്ല സാഹചര്യത്തിൽ അവൻ വളരണം.
ആഴ്ചയിലൊരിക്കൽ ദേവ പോയി കാണും. ഇല്ലത്തെ കാര്യങ്ങൾ നോക്കാൻ ചിന്നമൂനെ കൂടാതെ ഒരു പരിചാരകനെ കൂടിയേ നിർത്തിയുള്ളൂ. മറ്റുള്ളവരെ എല്ലാം പിരിച്ചയച്ചു. മരണമറിഞ്ഞ് ശ്രീപുകഴത്തു നിന്നും അമ്മയും അനുജത്തിമാരും എത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുടെ വിഷനാവുകളുടെ ദംശനമേറ്റ് അന്ന് തന്നെ അവർ പ്രാണനും കൊണ്ട് പാഞ്ഞു. പിന്നെ തിരിഞ്ഞു കടന്നിട്ടില്ല. വരണമെന്ന് ആഗ്രഹിച്ചുമില്ല. തനിക്ക് വേണ്ടിയല്ല താൻ പോലും ഇവിടെ തങ്ങുന്നത്. ഏട്ടത്തിമാരുടെ ഭർത്താക്കന്മാർ മാത്രം കൂടെ കൂടെ വന്നുപോയി. വരുമ്പോഴൊക്കെ ആകാവുന്നത്ര സ്വല്ല തരാനും മറന്നില്ല. ഒരു നാൾ ഇളയ ഓപ്പോളുടെ ഭർത്താവ് തൊടി നടന്ന് കണ്ട ശേഷം സംഭാരം ചോദിച്ച് ഇല്ലത്തിൻ്റെ അകത്തളത്തിലെത്തി. ദേവ സംഭാരവുമായി ചെന്നതും അയാൾ പൂണ്ടടക്കം കടന്നു പിടിച്ചു. ആദ്യത്തെ അനുഭവമായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നത്. അതിനാൽ ഒരു നിമിഷത്തേക്ക് പകച്ചുപോയി. അടുത്ത നിമിഷം കുതറി മാറി മുറിയുടെ മൂലയ്ക്ക് കിടന്നിരുന്ന കുറ്റിച്ചൂലെടുത്ത് മുഖം അടിച്ചടിച്ചു. അത് കണ്ടുകൊണ്ടാണ് ചിന്നമ്മ വന്നത്. അടുത്ത മാസം ഭർത്താവിന് പകരം തൊടി നോക്കാനെത്തിയത് ഇളയ ഓപ്പോൾ തന്നെയാണ്. അവർ ചിന്നമ്മുവിനോട് പറഞ്ഞു, ഇനി ആദ്യത്തെ വിടണില്ല. ഇവിടെ വന്നാൽ ചിലരൊക്കെ വലവീശാനുള്ള ശ്രമമാണത്രേ. സ്വത്ത് മോഹിച്ച് ആ കുട്ടിയെ വശീകരിച്ചെടുത്തു. കുട്ടി പക്ഷത്തുണ്ടെങ്കിലല്ലേ ഇവിടെ നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ ഏട്ടത്തിമാരുടെ ഭർത്താക്കന്മാരെ പിടിക്കാനാ നോട്ടം. പക്ഷെ ആദ്യത്തെ അതിനൊന്നും കിട്ടില്ല കേട്ടോ. അന്യസ്ത്രീകളെ കാണുന്നത് തന്നെ കലിയാ. അത് കേട്ട് ചിന്നമ്മ വെറുതെ ചിരിച്ചു പോയത്രേ. തുളസി 1 റാങ്കോടെ 10 ജയിച്ചു. വിഷ്ണുവിൻ്റെ കത്ത് കിട്ടിയ ദിവസം ദേവയ്ക്ക് ഉത്സവമായിരുന്നു. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ചന്ദന മുഴുക്കാപ്പ് കഴിച്ചു. പത്രങ്ങളിൽ തുളസിയുടെ ചിത്രങ്ങളും കുടുംബചരിത്രങ്ങളും വന്നു. തുളസിയെ തുടർന്ന് പഠിപ്പിക്കാനുള്ള സകല ചുമതലകളും മഠമധികൃതർ തന്നെ ഏറ്റെടുത്തു. അവൾ സ്കൂളിൻ്റെ അഭിമാനമാണല്ലോ. തുടർന്ന് അവൾ ഏത് കോളേജിൽ പഠിക്കണമെന്നും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും വരെ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. വിഷ്ണുവിന് സമാധാനമായി. അവളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. വേളി കൊണ്ട് പെൺകുട്ടികൾ രക്ഷപ്പെടുമെന്ന വിശ്വാസം ദേവേട്ടത്തിയുടെ അനുഭവത്തോടെ അവൾക്ക് നഷ്ടമായി. പാവം, കുടുംബത്തിനു വേണ്ടി അവർ ബലിയായി. അപ്പുവേട്ടൻ 3ാമത്തെ അറ്റാക്ക് പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന ഒരു ഹൃദ്രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദേവേട്ടത്തി ആ വേളിക്ക് സമ്മതിച്ചതെന്നും മനസ്സിലായതോടെയാണ് വിഷ്ണുവിനും ആ ത്യാഗത്തിൻ്റെ മഹത്വം ശരിക്കും വ്യക്തമായത്. ഇതാ ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാരം ലഘൂകരിക്കാനായി ഒരു വികലാംഗനോടൊപ്പം മഹാലക്ഷ്മി ഇറങ്ങി പുറപ്പെട്ടു. 16 വയസ്സുള്ള കുട്ടിയാണവൾ. എന്നിട്ടും സസന്തോഷം ഒരു ത്യാഗത്തിന് മുന്നോട്ട് വന്നു. നാളെ അവളുടെ ഗതി എന്താകുമെന്ന് ആർക്കറിയാം. തുളസിക്ക് എന്തായാലും ഏട്ടത്തിമാരുടെ ഗതി വരില്ല. അവൾക്ക് സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ടാകും. സ്വയം ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ അവൾക്ക് കഴിയും. വിഷ്ണുവിൻ്റെ ആശങ്ക ഉണ്ണിമായെക്കുറിച്ച് മാത്രമായിരുന്നു. അവൾക്കൊരു ജീവിതം ഉണ്ടാകുമോ? എങ്കിൽ തനിക്ക് സമാധാനത്തോടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാമായിരുന്നു. സ്വന്തം വഴിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സിലൊരു മുഖമെത്തി. ഷമീർ റോഷൻ ദേശത്ത് പണി പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഗവൺമെൻറ് ഫാക്ടറിയിൽ തൊഴിൽ മോഹിച്ച് കാത്തിരിക്കുന്ന ദേശത്തെ അഭ്യസ്തവിദ്യരുടെ സംഘടനയുടെ ജീവനാടി. വിഷ്ണു കമ്മിറ്റി മെമ്പറും ഇപ്പോൾ സെക്രട്ടറിയും. ഇരുവരും ഒന്നിച്ച് ഒരേ ബാനറിനെ താങ്ങുന്ന മുളവടികളും ഏന്തി മുദ്രാവാക്യങ്ങൾ വിളിച്ച് നീങ്ങിയിട്ടുള്ളവരാണ്. ഉമ്മയ്ക്ക് ഒരേയൊരു മകൻ. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ബാബ ചുമച്ച് തുപ്പി മരിച്ചു. മകനും അതേ രാഷ്ട്രീയത്തിൻ്റെ ലഹരിയിൽ ആകൃഷ്ടനാണ്. പക്ഷെ പച്ചയായ ജീവിതമാണ് അയാളെ ഏറെ സ്വാധീനിക്കുന്നത്. വീറും ചുണയുമുള്ള ചെറുപ്പക്കാരൻ, തികഞ്ഞ ആവേശം. ആ ആവേശവും മുഖത്തെ പ്രതിഷേധവുമാണ് വിഷ്ണുവെന്ന തൻ്റെടി പെണ്ണിനെ പലപ്പോഴും ദുർബലയാക്കാറുള്ളത്. ചപലമായ പ്രേമം മനസ്സിനെ തീണ്ടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് 100 വട്ടം സ്വയം ശപഥം ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിന് ഇപ്പോൾ തന്നെ സംശയമായി തുടങ്ങിയിരിക്കുന്നു. പാർട്ടിയുടെ ആവശ്യത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ടവനാണ് ഷമീർ. വിഷ്ണുവിനാണെങ്കിൽ അച്ഛൻ്റെ വക 50 സെൻറ്റ് നിലമേ നഷ്ടമായിരുന്നുള്ളൂ. അതിന് കിട്ടിയ പൊന്നും വില എന്ന നക്കാപ്പിച്ച അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ തിന്നും മുൻകാല കടം വീട്ടിയും തീർന്നിരുന്നു. കിട്ടിയത് സ്ഥലം ഒഴിഞ്ഞതിൻ്റെ തെളിവായ ഒരു സർട്ടിഫിക്കറ്റാണ്. ആ പരിഗണനയിൽ ഫാക്ടറിയിൽ ഒരു തൊഴിൽ ലഭിച്ചാൽ സ്ഥലം പോയ സർട്ടിഫിക്കറ്റും അത് പഠിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുമായി നിരവധി പേർ ഗ്രാമത്തിൽ തൊഴിലിനായി ക്യൂ നിൽക്കുന്നു. പക്ഷേ ഫാക്ടറി ഓഫീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരിലേറെയും പുറംനാട്ടുകാരാണ്. വൻ തോക്കുകളുടെ ശുപാർശകളുമായി എത്തപ്പെട്ടവർ. തങ്ങൾക്ക് വിധി ട്യൂട്ടോറിയലുകളിൽ ജീവിതം ഹോമിക്കാനാണ് വിഷ്ണു ഓർത്തു. ക്ലാസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവൾ ഓർമ്മകളാൽ ഇല്ലത്തെത്തിയത് അറിഞ്ഞില്ല. ഇറയത്ത് കയറിയിടം ആളനക്കമില്ല. എല്ലാവരും എവിടെ പോയി? അവൾ ചുറ്റും തിരിഞ്ഞു. തുളസി ഹോസ്റ്റലിലാണ്. പക്ഷെ അമ്മയും ഉണ്ണിയും ഉണ്ടല്ലോ. അവരെവിടെ? അവൾ ഉണ്ണിമോളെ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അറകളിലെല്ലാം തിരിഞ്ഞു. അപ്പോൾ ശ്രീലകത്ത് അമ്മയെ കണ്ടു. അമ്മ ഭാഗവതം വായിക്കുകയാണ്. ഇടയ്ക്ക് മുറിച്ചുകൂടാത്തത് കൊണ്ടാവും വിളി കേൾക്കാത്തത്. പക്ഷെ ഉണ്ണി എവിടെ? കണ്ണ് കാണാൻ വയ്യാത്ത കുട്ടിയെ അമ്മ എവിടെ പറഞ്ഞു വിട്ടു?
വിഷ്ണു ചുറ്റും തിരിഞ്ഞുകൊണ്ട് വീണ്ടും ഉമ്മറത്തെത്തി. പടിപ്പുരമാളികയുടെ കോണിപ്പടി കരയുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നോക്കി. അതിഭയങ്കരമായി ഞെട്ടിപ്പോയി. തപ്പിത്തടഞ്ഞ് കോണിപ്പടികൾ ഇറങ്ങുന്ന ഉണ്ണിമായ. വിഷ്ണു നിന്നെടുത്ത് തന്നെ തരിച്ചു നിന്നുപോയി. വായുവിൽ കൈകൾ പരതി ഉണ്ണി അതിവേഗം നടന്നു വരികയാണ്. ഈ വഴി അവൾക്ക് സുപരിചിതമാണെന്ന് തോന്നുന്നു. മുഖം വിയർത്ത് തുടുത്തിട്ടുണ്ട്. നെറ്റിയിലെ സിന്ദൂരം പടർന്നിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ നെഞ്ചിൽ തീയാളി. ഉണ്ണി അടുത്തു വന്നു. വിഷ്ണുവിൻ്റെ സാന്നിധ്യം അറിഞ്ഞുവെന്ന് അവളുടെ മുഖഭാവം വ്യക്തമാക്കി. ഏട്ടത്തി, അവൾ മന്ത്രിച്ചു. വിഷ്ണു ശബ്ദിച്ചില്ല. കൂടുതൽ അടുത്തു വരാനായി കാത്തു നിന്നു. അവൾ അല്പം കൂടി അടുത്തെത്തി. വിഷ്ണു സകല ശക്തിയും ആവാഹിച്ച ഒറ്റയടി. അവൾ പൊത്തിക്കൊണ്ട് ഉണ്ണി നിലത്തിരുന്നു പോയി. ഇരിക്കുകയല്ല, വീഴുകയാണ് ഉണ്ടായത്. നേരം പുലർന്നാൽ അന്തിയാകും വരെ ഞാൻ ഈ ദേശം മുഴുവൻ തെണ്ടി നടന്ന പണിയെടുത്ത് നിനക്കൊക്കെ ചോറ് തരുന്നത് നശിക്കാനാണില്ലേടി? വിഷ്ണു അലറി. ഉണ്ണി ശബ്ദിച്ചില്ല, ചലിച്ചില്ല. കവിളിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങി. പെട്ടെന്ന് വിഷ്ണു ഓടി ശ്രീലകത്തെത്തി. അമ്മേ, അവൾ അലറി വിളിച്ചു. അന്തർജനം ഞെട്ടിത്തിരിഞ്ഞു. കണ്ണു കാണാൻ വയ്യാത്ത ഈ കുട്ടിയെ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? അതിന് എന്തു പറ്റി മോളെ? അന്തർജനത്തിൻ്റെ ശബ്ദം വിറച്ചു. ഞാൻ നോക്കുമ്പോൾ പടിപ്പുരമാളികയുടെ കോണി ഇറങ്ങി വരുന്നു. അവൾ പിഴച്ചാൽ ആരേൽക്കും അമ്മേ? പറയേ, കണ്ണില്ലാത്ത ഈ കുട്ടിയെ പിന്നെ നമ്മൾ എന്തു ചെയ്യും അമ്മേ? വിഷ്ണു പൊട്ടിക്കരഞ്ഞു. അന്തർജന സ്തബ്ധയായി നിന്നതേയുള്ളൂ. വിഷ്ണു ഓടി കോണി കയറി പടിപ്പുരമാളികയുടെ മുകൾ മുറിയിലെത്തി. നിലക്കണ്ണാടി നോക്കി മുടി കോതുകയാണ് ഋഷികേശൻ നമ്പൂതിരി. വിഷ്ണുവിനെ കണ്ടതും അയാൾ പുഞ്ചിരിയോടെ അഭിമുഖമായി നിന്നു. എന്തേ വിഷ്ണു, ആദ്യമാണല്ലോ ഇവിടേക്ക് വരുന്നത്? ഒരു കാര്യം പറയാൻ വന്നതാ. എന്തേ? കണ്ണു കാണാൻ വയ്യാത്ത ആ കുട്ടിയെ എന്തിനേ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? വിളിച്ചു വരുത്തിയതോ? അയാളുടെ വാക്കിലും നോക്കിലും വിസ്മയം. ഞാൻ വിളിച്ചു വരുത്തിയെന്ന് അവൾ പറഞ്ഞോ? വിഷ്ണു അതിന് മറുപടി പറഞ്ഞില്ല. അവൾ താനേ വന്നതാണ്. അവൾക്ക് ഋഷിയേട്ടന് ഇഷ്ടമാണ്. ദയവായി അവളെ ഇനി കൈവിടിയരുത്. ഒരു പൊട്ടിച്ചിരി. ആ കണ്ണുപൊട്ടിയേയോ? ചുണ്ടിലും കണ്ണിലും നിറഞ്ഞ പരിഹാസം. വിഷ്ണു തളർന്നുപോയി. ഋഷിയേട്ടനെ അവൾക്ക് ജീവനാണ്. കണ്ണിലെങ്കിലും ഒരു കുടുംബത്തെ ജോലികളൊക്കെ ചെയ്യാൻ അവൾക്ക് കഴിയും. ഋഷിയേട്ടനൊരു ത്യാഗം കാണിച്ചാൽ ഞങ്ങൾ 5 പെൺകുട്ടികളും സാധുവായ ഒരമ്മയും ആജീവനാന്തം അങ്ങയോട് കടപ്പെട്ടിരിക്കും. വിഷ്ണു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ദീനമായ അപേക്ഷയാണ്. എന്ത് ത്യാഗത്തിൻ്റെ കാര്യമാണ് വിഷ്ണു പറയുന്നത്? ഋഷിക്ക് ഒന്നും മനസ്സിലാകാത്ത ഭാവം. ഞങ്ങളുടെ ഉണ്ണിമായ്ക്ക് ഋഷിയേട്ടനൊരു ജീവിതം കൊടുക്കണം. വിഷ്ണുവിന് ഭ്രാന്തുണ്ടോ ഇതാവശ്യപ്പെടാൻ? ഞാനെന്താ അത്ര വിലകെട്ടവനാണോ ആ പൊട്ടിക്കണ്ണിയെ കേൾക്കാൻ? വിലകെട്ടവനല്ല, വില മുന്തിയവനാണ്. വലിയൊരു ഹൃദയമുള്ളവനെ അത്തരം ഒരു മഹത്തായ കാര്യം ചെയ്യാൻ കഴിയൂ. എൻ്റെ ഹൃദയം വളരെ ചെറുതാണ്. എനിക്കൊരു മഹാനാവണമെന്ന ആഗ്രഹവുമില്ല. ഞാൻ ഋഷിയേട്ടൻ്റെ കാല് പിടിക്കുകയാണ്. അവൾ മെല്ലെ കുനിഞ്ഞു. ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ? ഋഷിയുടെ ചുണ്ടുകൾ പരിഹാസത്തിൽ കൂടി. ഞാനിവിടെ വന്ന ശേഷവും ഇവിടെ ഒരു പെൺകുട്ടിയുടെ വേളി നടന്നല്ലോ. അന്ന് എന്നോട് ചോദിച്ചോ ഋഷിയേട്ടൻ ആ പെൺകുട്ടിയെ വേണോ എന്ന്? ഇല്ലല്ലോ. ഞാൻ വെറും ഒരു ശാന്തിക്കാരനാണ്. പോക്കറ്റവൻ, തുച്ഛൻ. ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു പെണ്ണിനെ പേര് മാറ്റി കെട്ടാൻ എന്നെ കൂട്ടുപിടിക്കുന്നു. നോക്കൂ, അംഗഭംഗമില്ലാത്ത പെൺകുട്ടികൾ ഇനിയും ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് സമ്മതമാണ്. ഋഷിയേട്ടാ, തുളസിയെ ഞാൻ വേട്ടോളാം. ക്ഷമ തകരുമോ എന്ന് വിഷ്ണു ഭയന്നു. എന്നിട്ടും അവൾ കടിച്ചു പിടിച്ച് സഹിച്ചു. അങ്ങേയറ്റ സാത്വികയായി. അവൾ പഠിക്കുകയാണ്. പോരെങ്കിൽ അവൾ കൊച്ചുകുട്ടിയുമാണ്. എല്ലാറ്റിനും ഉപരി അങ്ങേ ഇഷ്ടപ്പെടുന്നവൾ ഉണ്ണിയല്ലേ? ഉണ്ണി മാത്രമല്ല, മഹാലക്ഷ്മിയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാർ ജോലിയുള്ള ഒരാൾ വന്നപ്പോൾ അവൾ എന്നെ തഴഞ്ഞു. മഹാഭാവം പറയരുത്. മഹാഭാവമല്ല, സത്യമാണ്. ഇപ്പോൾ തുളസി ഉണ്ടല്ലോ, അവൾക്കും എന്നെ ഇഷ്ടമാണ്. നീയൊന്ന് ചോദിച്ചു നോക്ക്. എന്തിന്? നിനക്കും എന്നെ ഇഷ്ടമല്ലേ? പക്ഷേ എനിക്ക് മാന്യമായൊരു തൊഴിലില്ല. ഊരാഴ്മ ദേവസ്വം ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയൊന്നും ഒരു കുറവും ഞങ്ങൾ കരുതിയിട്ടില്ല. ഇല്ലേ? ഇല്ലെങ്കിൽ ഇത്രകാലം എന്നെ എന്തിനിങ്ങനെ അകറ്റി നിർത്തി? ഞാനും ഒരു നമ്പൂതിരിയാണ്. ഇല്ലത്ത് കടന്നു വരാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീടിൻ്റെ ആഠ്യത്വത്തെപ്പറ്റിയൊന്നും അധികം പ്രസംഗിക്കണ്ട. നിന്റെ ഏട്ടത്തി ഒരിക്കലും ഒരു പുലയനോടൊപ്പം ഒളിച്ചോടിയതല്ലേ? നിന്റെ അച്ഛൻ തിരുപ്പൂരപ്പൻ്റെ തിരുവാഭരണം മോഷ്ടിച്ച കള്ളനല്ലേ? നീയാണെങ്കിൽ ഇപ്പോൾ നാട് നീളെ നടന്ന് പട്ടി. വിഷ്ണു അലറി. നിന്റെ അടുത്ത് ദയ യാചിക്കാൻ വന്ന ഞാനാണ് വിഡ്ഢി. ദയ കാണിക്കാം. സമ്മതമാണോ? ഋഷി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇല്ലത്തിൻ്റെ ദുഷ്പേര് മുഴുവൻ സഹിച്ചുകൊണ്ട് നിന്നെ ഞാൻ വേൾക്കാം. എന്നെ ഇല്ലത്തുള്ളവർ എതിർക്കും. സാരമില്ല. എന്നാലും ഞാനൊരു ദയ കാണിക്കാം. സമ്മതമാണോ? അംഗവൈകല്യം സംഭവിച്ച അനുജത്തിയെ വേൾക്കാൻ മാത്രം എന്നോട് ആവശ്യപ്പെടരുത്. ഇല്ല, ഇനി നിങ്ങളോടൊന്നേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ നിമിഷം ഈ മുറി ഒഴിഞ്ഞു തരണം. ഒരു ദിവസം കൂടി, ഒരു വിനാഴിക കൂടി ഇവിടെ തങ്ങാൻ പറ്റില്ല. ഒരു ഈറ്റ പുലിയായി വിഷ്ണു പാഞ്ഞു ചെന്ന് അയാളുടെ മാറാപ്പെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു.
ഋഷി അത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു നിമിഷത്തെ തരിപ്പിന് ശേഷം തോൾസഞ്ചിയും കുടയും എടുത്ത് അയാൾ പടിപ്പുരമാളികയുടെ പടിയിറങ്ങി. കോണിപ്പടിയുടെ താഴെ എത്തിയപ്പോൾ തിരിഞ്ഞ് മുകളിലേക്ക് നോക്കി. ഏറ്റവും മുകളിലത്തെ പടിയിലാണ് വിഷ്ണു നിൽക്കുന്നത്, സിംഹിയായി. എന്നെ അപമാനിച്ചിറക്കി വിടുന്നതിന് ഒരിക്കൽ നീ അനുഭവിക്കും, തീർച്ച. ഒരു നാൾ നീ എൻ്റെ കാൽച്ചുവട്ടിൽ വരുമടി. അയാൾ ഭീഷണി മുഴക്കി. അവളെ അത് തെല്ലും ബാധിച്ചില്ല. ഇല്ല, ഇപ്പോൾ നീ നിൽക്കുന്നത് എൻ്റെ കാൽച്ചുവട്ടിലാണ്. മരിക്കേണ്ടി വന്നാലും നിന്നെപ്പോലൊരു നീചൻ്റെ കാൽച്ചുവട്ടിലേക്ക് ശ്രീപുകഴയത്ത് വിഷ്ണുപ്രിയ വരില്ലട പട്ടി. കാണാം, നമുക്ക് കാണാം. ഷിയേശൻ ധൃതിയിൽ പടിപ്പുര കടന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങി. വിഷ്ണു പൊട്ടിക്കരച്ചിലോടെ മുഖം പൊത്തി കോണിപ്പടിയിലിരുന്നു. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ലോകം അവസാനിക്കുന്നതായി തോന്നി. സുന്ദരമായ ആ മുഖവും ശരീരവും നികൃഷ്ടമായ ക്രൂരതയുടെ പൊതിച്ചിലായിരുന്നല്ലോ. തൻ്റെ പൊന്നനുജത്തിയുടെ പൂ പോലെയുള്ള മനസ്സിനെ പിച്ചി ചീന്തിയിട്ടാണ് കശ്മലൻ കടന്നു പോകുന്നത്. അറിയുമ്പോൾ ഇവളിതെങ്ങനെ താങ്ങും? പെട്ടെന്ന് അവൾ മറിച്ച് ചിന്തിച്ചു. താങ്ങണം. ദുഷ്ടന്മാരെ സ്നേഹിച്ചു പോകുന്ന എല്ലാ സ്വാർത്ഥികളും ഈ വേദന താങ്ങിയേ തീരൂ. സ്നേഹം നിഷേധിക്കപ്പെടുന്ന വേദന. ഒരു ഉച്ചയ്ക്ക് ദേവി എത്തി. ശ്രീപുകഴയത്തെ പടിപ്പുര മുന്നിൽ ഒരു ജീപ്പിൽ അവൾ വന്നിറങ്ങി. ഒപ്പം വാസുദേവനുമുണ്ട്. ജീപ്പ് നിറയെ സാധനങ്ങൾ. എനിക്ക് വയ്യമ്മേ. ദേവ അമ്മയുടെ കാൽച്ചുവട്ടിലിരുന്നു. ഈ കുട്ടിയെ ഓർത്താ ഞാൻ ഇത്രനാളും അവിടെ പിടിച്ചു നിന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓപ്പോളുമാരും അവരുടെ ഭർത്താക്കന്മാരും എന്നെ അവിടെ നിർത്തില്ല. നിരന്തരമായ യുദ്ധം, അപവാദ പ്രചരണങ്ങൾ. ഞാൻ തോറ്റു. സാരില്ല മോളെ, അവർ യുദ്ധം ചെയ്യുന്നത് നിന്നോടല്ല, അപ്പൂട്ടൻ്റെ ആത്മാവിനോടാണ്. ഇല്ലവും തൊടിയും വാസുദേവൻ്റെ പേരിലാണ്. ഇന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറിയാൽ നാളെ തിരിച്ചു ചെല്ലുമ്പോൾ കുട്ടിക്കത് തിരികെ ലഭിക്കുമോ എന്നുപോലും തീർച്ചയില്ല. അതുകൊണ്ടാണ് ഇതുവരെ എതിർത്ത് നിന്നത്. കള്ളക്കേസുകൾ പറയാനും കുതന്ത്രങ്ങൾ ചെയ്യാനും 3 ഏട്ടന്മാർ വിദഗ്ധരാണ്. അവർക്ക് ഏറ്റുചൊല്ലുന്ന ഏട്ടത്തിമാർ. അമ്മ പിന്നെ എന്നും എന്നെ ശത്രുവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം കോടതിയെ ചുമതലപ്പെടുത്തി ഒഴിഞ്ഞു പോരുകയാണ്. അപ്പോൾ ഇനി വാസുദേവൻ പ്രായപൂർത്തിയാകുമ്പോൾ എല്ലാം അവന് തിരിച്ചു കിട്ടും. അത്രയെങ്കിലും ഞാൻ അവന് വേണ്ടി ചെയ്യണ്ടേ? അവന് ഞാനേ ഉള്ളൂ. അവന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ വേലി ചെയ്തത് തന്നെ. അവനൊരു തുണയ്ക്ക്. നന്നായി, അത്രയുമേ അന്തർജനത്തിന് പറയാൻ കഴിഞ്ഞുള്ളൂ. അവർ വാസുദേവനെ ചേർത്ത് പിടിച്ച മൂർസാവിൽ ചുംബിച്ചു. ശ്രീപുകഴയത്തില്ലത്തിന് ഒരാൺതുണയായി. പക്ഷെ അവൻ്റെ പഠിപ്പ് മുടക്കാൻ പറ്റില്ല. ദേവ പറഞ്ഞു. പട്ടണത്തിൽ ബോർഡിങ്ങിൽ താമസിപ്പിച്ചാണ് പഠിക്കുന്നത്. നാളെ തന്നെ അവനെ അവിടെ കൊണ്ടാക്കണം. പിറ്റേ ദിവസം തന്നെ ദേവ അവനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. ദേവ വന്നതോടെ വിഷ്ണുവിൻ്റെ ജോലി തിരക്കുകൾ കുറഞ്ഞു. ധൈര്യമായി ജോലിക്ക് പോകാമെന്നായി. അല്ലെങ്കിലും ഋഷികേശൻ പഠിപ്പുര ഒഴിഞ്ഞു പോയതോടെ ഉണ്ണിമായയെക്കുറിച്ചുള്ള ആദി അവളിൽ നിന്ന് ഒഴിഞ്ഞിരുന്നു. എന്നാൽ ഉണ്ണി ചെറുകരിഞ്ഞ പക്ഷിയായി മാറിയിരുന്നു. സദാ നേരവും ഊനുറഞ്ഞ് എവിടെയെങ്കിലും കുത്തിയിരിക്കും. ഭക്ഷണത്തിന് താല്പര്യമില്ല. കുളിയും തേവാരവും വേണ്ട. ഒറ്റയ്ക്ക് തൂണുചാരിയിരിക്കുന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ആരുടെയെങ്കിലും കാൽപെരുമാറ്റം കേട്ടാൽ, വസ്ത്രം ഉലഞ്ഞാൽ, വിയർപ്പിൻ്റെ ഗന്ധം ഉണർന്നാൽ ഉടൻ കണ്ണു തുടച്ച് തിരിഞ്ഞിരിക്കും. ഉറക്കത്തിലും തേങ്ങൽ കടിച്ചിറക്കുന്നതിൻ്റെ വിങ്ങിപ്പൊട്ടൽ വിഷ്ണുവും ദേവിയും അറിഞ്ഞു. അവരന്യോന്യം കണ്ണിൽ നോക്കും. അയാൾ ദുഷ്ടനായിരുന്നു ഏട്ടത്തി. ഒരു ദിവസം ഉണ്ണി കേൾക്കാതെ വിഷ്ണു ദേവിയുടെ കാതിൽ പറഞ്ഞു. ഉണ്ണിയെ ഉപേക്ഷിക്കരുതെന്ന് ഞാൻ അയാളുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ്. പക്ഷേ സാരമില്ല വിഷ്ണു. ദേവ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുകയും സ്വയം സമാധാനിക്കുകയുമായിരുന്നു. കുറെ കഴിയുമ്പോൾ അവളെല്ലാം മറക്കും. അല്ലെങ്കിലും ഇത് മനുഷ്യൻ്റെ അനിവാര്യമായ വിധിയാണ്. എന്നേക്കും ഓർത്തു നോക്കുവാൻ എല്ലാ മനസ്സുകളും കുറേ നെടുവീർപ്പുകൾ സൂക്ഷിക്കുന്നുണ്ടാവും. അത് ഏട്ടത്തിയുടെ അനുഭവം കൂടിയാണെന്ന് വിഷ്ണുവിന് തോന്നി. ഒരു പ്രഭാതത്തിൽ പല്ലു തേക്കാനിരുന്ന ഉണ്ണിമായ വാഴച്ചുവട്ടിൽ കുനിഞ്ഞിരുന്ന് ഛർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ആ 2 ഏട്ടത്തിമാരും അമ്മയും നെഞ്ചിൽ കൈ ചേർത്ത് പിടിച്ച് മരവിച്ച് നിന്നുപോയി. അമ്മ ഓടിച്ചെന്ന് മകളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തു പറ്റി മോളെ? നിനക്ക് എന്തു പറ്റി? ഉറക്കെ തേങ്ങി കരഞ്ഞതല്ലാതെ അന്ധയായ പെൺകുട്ടി ഒരക്ഷരം ഉരിയാടിയില്ല. പറയടി, നിനക്ക് അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ ഉണ്ണി അപരാധിനിയായി മുഖം താഴ്ത്തി. പെട്ടെന്ന് അന്തർജന അവളുടെ പുടവയുടെ കുത്തിന് പിടിച്ച് ഉണ്ണി ബലമായി അമ്മയെ തടഞ്ഞു. അന്തർജനം അപ്പോൾ തിരുപ്പൂരപ്പനെ വിളിച്ച് നെഞ്ചിൽ ആഞ്ഞടിച്ചു. പിന്നെ മകളെ വലിച്ചഴിച്ചുകൊണ്ട് ഉമ്മറത്തെത്തി. ഉദയത്തിന് കൊളുത്തിയ നിലവിളക്കിലെ തിരി അണഞ്ഞിരുന്നില്ല. അന്തർജനം മകളുടെ മുഖം പിടിച്ചു വലിച്ച് ദീപജ്വാലയോടടുപ്പിച്ചു. പറ, അവർ അലറി. നിന്നെ ആരാ പിഴപ്പിച്ചത്? ഞാനത് പറയില്ല. ആദ്യമായി അവൾ മറുപടി ചൊല്ലി. നീ പറയും. നിന്നെക്കൊണ്ട് ഞാൻ ആ പേര് പറയിക്കും. അവർ ദീപനാളത്തിൽ അവളുടെ തിരുനെറ്റി മുട്ടിച്ചു. ഞാൻ പറയില്ല. പ്രാണവേദനയിൽ ഒരിക്കൽ കൂടി അവൾ ആവർത്തിച്ചു. ദുഷ്ടേ! അന്തർജന 2 കൈകളും കൂട്ടിപ്പിടിച്ച് മകളുടെ ശിരസിൽ ആഞ്ഞടിച്ചു.
ദേവയും വിഷ്ണുവും ഓടി വന്ന് അമ്മയെ തടഞ്ഞു. അരുതമ്മേ, കണ്ണില്ലാത്ത ആ പാവം കുഞ്ഞിനെ കൊല്ലല്ലേ അമ്മേ. അന്തർജനം പക്ഷേ വിട്ടുകൊടുത്തില്ല. ഈ മഹാഭാവിയെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ ഇവളെ കൊല്ലുന്നത് ഞാനാണ്. അവളുടെ മുഖം പിടിച്ചു ഞെരിച്ചു. ആ ഓമന മുഖത്തെ ഭിത്തിയോട് ചേർത്ത് ആഞ്ഞാഞ്ഞിടിച്ചു. ദേവിയും വിഷ്ണുവും അമ്മയെ ബലമായി പിടിച്ചു തെറ്റി. അന്തർജനം ഒരു പിശാചിനിയായി കഴിഞ്ഞിരുന്നു. ഉമ്മറപ്പടിയിലിരുന്ന വാൽക്കണ്ണാടി എടുത്ത് അവർ നിലവിളക്കിൻ്റെ ദീപത്തിൽ കാണിച്ച് ചൂടാക്കി. ചുട്ടുപഴുത്ത ലോഹക്കഷ്ണം ഉണ്ണിയുടെ മുഖത്ത് വെച്ചമർത്തി. ഉണ്ണി പ്രാണവേദനയാൽ പിടഞ്ഞു. കണ്ണില്ലെങ്കിലും നിന്റെ മുഖത്തിന് ഭംഗിയുണ്ടായിപ്പോയി. അതുകൊണ്ടാണ് നീ പിഴച്ചത്. നിന്റെ മുഖം ഞാൻ വിരൂപാക്കും. നിന്നെ ഇനി ഒരു ദുഷ്ടനും നോക്കരുത്. അന്തർജനം അലറി. ദേവയും വിഷ്ണുവും ചേർന്ന് ഉണ്ണിയെ വാരിയെടുത്ത് അകമുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു ഭ്രാന്തിയായി അന്തർജനം ഉമ്മറത്തിണ്ണയിൽ കിടന്നുരുണ്ടു. ആ പകൽ ഇല്ലത്ത് മരണമൂകത തളം കെട്ടി നിന്നു. ആരും അന്യോന്യം ഉരിയാടിയില്ല. ഓരോരുത്തരും ഓരോ മൂലകളിലായി കുത്തിയിരുന്നു. ഉണ്ണിയെ ഇനി എന്തു ചെയ്യുമെന്ന ചിന്തയാൽ ആർക്കും ഇരുന്നിടങ്ങളിൽ നിന്നും അനങ്ങാൻ കഴിഞ്ഞില്ല. ആദ്യം കരുത്ത് ലഭിച്ചത് വിഷ്ണുവിന് തന്നെയായിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് ട്യൂട്ടോറിയലിലേക്കാണ്. പഠിപ്പിക്കാനല്ല, ഷമീറിനെ കാണണം. നിർണായക നിമിഷത്തിൽ ആശ്രയിക്കാൻ തോന്നിയത് ആ ഒരാളെയാണ്. ഇരുവരും ഒരേ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഷമീറിനെ അയച്ച് ഋഷികേശനെ വരുത്തിക്കണം. അതേ ഇനിയൊരു പരിഹാരമുള്ളൂ. പടിപ്പുര മാളികയിൽ നിന്ന് പോയ ആഴ്ച തന്നെ ഋഷികേശൻ തിരുപ്പൂരപ്പൻ്റെ ശാന്തി നിർത്തി ദേശം വിട്ടിരുന്നു. വേഗം തന്നെ സ്ഥലം വിടാനുള്ള കാരണം ഇപ്പോഴാണ് വ്യക്തമായത്. പോകുമ്പോൾ മുഴക്കിയ ഭീഷണി, ഒരു നാൾ നീ എൻ്റെ കാൽച്ചുവട്ടിൽ വരും, അതിൻ്റെ പൊരുളും ഇപ്പോൾ വ്യക്തമായി. ദുഷ്ടൻ. ഷമീർ അവളെ ആശ്വസിപ്പിച്ചു. ആ നാട്ടിൽ അവനുണ്ടെങ്കിൽ പിടിച്ച പിടിയാലെ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരും. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ജഡമെങ്കിലും ഞാനിവിടെ എത്തിക്കും, തീർച്ച. അവൻ അവളുടെ കൈത്തലത്തിൽ തൊട്ട് ഉറപ്പിക്കും പോലെ. ആ സന്ധ്യയ്ക്കുള്ള തീവണ്ടിക്ക് തന്നെ ഷമീർ പുറപ്പെട്ടു. വിഷ്ണുവിന് തെല്ലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എങ്കിലും വീട്ടിലെത്തിയപ്പോൾ അവൾ ഉത്സാഹം അഭിനയിച്ചു. ഋഷിയെ തിരിച്ചു കൊണ്ടുവരാനാകും എന്ന വിശ്വാസം അവരിൽ പകർന്നു. ഉണ്ണി മാത്രം അപ്പോഴും വാടിയ താമരത്തണ്ട് പോലെ അകത്തളത്തിൽ വിരിച്ച പായയിൽ കിടന്നു. അവളെ മാത്രം ആശ്വസിപ്പിക്കാൻ വിഷ്ണുവിന് ധൈര്യമില്ലായിരുന്നു. ആശ കൊടുക്കണമെങ്കിൽ അത് നിറവേറ്റാനാകുമെന്ന വിശ്വാസം വേണം. ഋഷി എന്ന മനുഷ്യനെ ഒരു കാലത്തും വിശ്വസിക്കാൻ കഴിയില്ല. അയാൾ മടങ്ങി വന്ന് ഉണ്ണിയെ സ്വീകരിച്ചാലും ആ ജീവിതം എത്രമാത്രം സുഖകരവും ദീർഘവുമായിരിക്കുമെന്ന് പ്രവചിക്കാനും പറ്റില്ല. ആ സ്ഥിതിക്ക് ഭർത്താവില്ലാതെ തന്നെ കന്യകയായി അവൾ പ്രസവിക്കുന്നതല്ലേ നല്ലത്. എന്നാലും നാലാളിൻ്റെ മുന്നിൽ വെച്ച് അയാൾ ഒരു താലി അവളുടെ കഴുത്തിൽ അണിയിച്ചാൽ, അവളുടെ അടിവയറ്റിൽ തുടിക്കുന്ന ജീവഗണത്തിനൊരു ഉടമസ്ഥനുണ്ടായാൽ, ലോകത്തിൻ്റെ കണ്ണിൽ അവൾക്ക് പതിതയാവാതെ ജീവിക്കാമായിരുന്നു. കാഴ്ചയില്ലാത്ത അവൾ ആ സാധു കുഞ്ഞിനെയും മാറോടമർത്തി ഈ ഇല്ലത്തിൻ്റെ ഒരു കോണിൽ കഴിഞ്ഞോളും. ആ കുഞ്ഞ് വളരുന്നതോടെ അവൾക്കൊരു ഊന്നുവടി ലഭിക്കും. ആ കുഞ്ഞിനെങ്കിലും കണ്ണുകൾ ഉണ്ടായിരുന്നാൽ അവ കൊണ്ട് അവളും ലോകത്തെ കണ്ടോളും. ദേവിയും ചിന്തിച്ചത് ഉണ്ണി മോളെക്കുറിച്ച് മാത്രമാണ്. അവളെ എങ്ങനെ രക്ഷിക്കും? അയാൾ വന്നില്ലെങ്കിൽ വിഷ്ണുവാണ് അത്താഴം ഉണ്ടാക്കിയത്. എല്ലാവരെയും വിളിച്ചു വരുത്തി അവൾ തന്നെ വിളമ്പി. ഉണ്ണി ഒരു പിണക്കവും ഭാവിക്കാതെ വിളിച്ചയുടൻ തന്നെ വന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. അവളുടെ കരുവാളിച്ച മുഖവും കരഞ്ഞു വീർത്ത കണ്ണുകളും അമ്മയുടെയും ഏട്ടത്തിമാരുടെയും നെഞ്ച് നോവിച്ചു. ഉരുട്ടി ഉയർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സാരമില്ല മോളെ, കരയാതെ. നിനക്കെന്ത് സംഭവിച്ചാലും നിന്നെ ഞങ്ങൾക്ക് വേണ്ടാതാവില്ല. നീ കഴിഞ്ഞേയുള്ളൂ. അതോടെ അവളും പൊട്ടിത്തകർന്നുപോയി. ഇരുവരും കെട്ടിപ്പിടിച്ച് ഉറക്കെ തേങ്ങി കരയാൻ തുടങ്ങി. രാത്രിയിൽ ഏട്ടത്തിമാരുടെ മധ്യേ കിടന്നാണ് ഉണ്ണി ഉറങ്ങിയത്. പുലർച്ചെ കുട്ടിയോളെ, ഉണ്ണിമോൾ എവിടെ എന്ന അമ്മയുടെ അലർച്ച കേട്ടാണ് ദേവിയും വിഷ്ണുവും ഉണർന്നത്. അമ്മയും മൂത്ത പെൺമക്കളും ചേർന്ന് ഇല്ലത്തിൻ്റെയും തൊടിയുടെയും ഓരോ മുക്കും മൂലയും തിരിഞ്ഞു. ഇല്ല, ഉണ്ണിയെ എങ്ങും കാണാനില്ല. അപ്പോൾ പടിപ്പുരവാതിൽ കിടന്ന് ആനക്കാരൻ നാണുനായരും ഭാര്യ ജാനുവമ്മയും ഓടി വരുന്നുണ്ടായിരുന്നു. ഇരുവരും നെഞ്ചിൽ തല്ലി കരയുന്നുണ്ട്. അമ്പലത്തിൻ്റെ വടക്കേ കുളത്തിൽ നമ്മുടെ ഉണ്ണിമോൾ. അത്രയുമേ കേട്ടുള്ളൂ. ദേവിയുടെയും വിഷ്ണുവിൻ്റെയും അലമുറയ്ക്കിടയിൽ നങ്ങേമാന്തർജനം നെഞ്ചു തകർന്ന് മുറ്റത്ത് വീണുപോയി. നോവൽ തുടരും.